ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്ററായിട്ടുള്ള 1158 മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളോട് വലിയൊരു സോറി പറയാണ് ഗൈസ്. കാര്യം ഞാനിപ്പോൾ നല്ലൊരു ബ്രേക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇടുന്നതിൽ ഇത്രയും ലാഗ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, എന്ത് താമസം വന്നു എന്ന് പറഞ്ഞാലും വീഡിയോസ് എല്ലാം വന്നിരിക്കും. തുടങ്ങിയ സീരീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. അതിനായിട്ട് നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ അപ്പം നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ കവർ പേജിന് ഒരു പ്രത്യേകതയുണ്ട്. വാനോയിലൂടെയുള്ള യമാറ്റോയുടെ തീർത്ഥാടനമാണല്ലോ ഇപ്പോഴത്തെ കവർ പേജുകളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 1154 കവർ പേജിൽ യമാറ്റോ ഒരു ഹീറോയുടെ ശവകുടീരം സന്ദർശിക്കുന്നതായിട്ടായിരുന്നു കാണിച്ചിരുന്നത്. അയാൾ വെസ്റ്റ് ബ്ലൂ ജനിച്ച ഒരാളാണ്, വളർന്നതൊക്കെ ഇവിടെ വാനോയിലെ റിങ്കോയിലാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ 1157 കവർ പേജിൽ പറഞ്ഞിട്ടുണ്ട് ആ ഹീറോ മരിച്ചത് ഈ കൈഡോയിൽ നിന്നും ഈ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു എന്ന്. അയാളുടെ ഡെഡ് ബോഡി കണ്ടെടുത്തിട്ടില്ല എന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചാപ്റ്ററിന്റെ കവർ പേജിൽ നമുക്ക് ആ ഹീറോയുടെ പേര് ആ ശവകുടീരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. കൊസുക്കി മോറിയ. ഇത് ഗെക്കോ മോറിയ ആയിരിക്കണം. റിങ്കോയിൽ വെച്ചിട്ടാണ് കൈഡോയുടെ ആർമിയും അതേപോലെ തന്നെ ഗെക്കോ മോറിയയുടെ ആർമിയും തമ്മിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരൻ വൺ പീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. റോജറിന്റെ ഷിപ്പായിട്ടുള്ള ഓറോ ജാക്സൺ കടലിലൂടെ പോകുന്നതാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ കാണുന്നത്. ഇവരുടെ ക്രൂവിലുള്ള ആരോ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ക്യാപ്റ്റൻ റോജർ, ഷാക്കി പൈറേറ്റ് ഐലൻഡിൽ ഒരു ബാർ തുറന്നു എന്നാ കേട്ടത്. അത് ഭയങ്കര പോപ്പുലർ ആണ്. റോജർ ഇപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇവരുടെ ക്രൂവിലെ മൊമോറ എന്ന് പറഞ്ഞ ആളിപ്പോൾ പറയുന്നുണ്ട്, ഷാക്കി രാജ്ഞിസ്ഥാനം ഒഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചതാ, അവരെ ഇനിയും കാണാനേ പറ്റില്ലെന്നാ കരുതിയത്. ഡോൺക്യുനോ ഇപ്പോൾ പറയുന്നുണ്ട്, ഷാക്കി എവിടെയാണുള്ളതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ, പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം. സൺബെൽ ഇപ്പോൾ പറയുന്നുണ്ട്, പൈറേറ്റ് ഐലൻഡ് എന്ന് പറയുന്നത് റോക്സിന്റെ ഏരിയയാണ്, ചുമ്മാ അങ്ങോട്ടേക്ക് അങ്ങ് കയറി ചെല്ലാനൊന്നും പറ്റില്ല എന്ന്. ഗബാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്ന റെയിലിയെടുത്തി എന്ന് പറയുന്നുണ്ട്, ക്യാപ്റ്റൻസ് റൂമിൽ ചെന്ന് നീയും റോജറും കൂടെ സംസാരിച്ചതിന് ശേഷമാണ് റോജർ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാൻ തുടങ്ങിയതെന്ന്. ഇപ്പൊ ഇത് കേട്ടിട്ട് റെയിലി ആണെങ്കിലും ഇങ്ങനെ ആകെ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. നിങ്ങൾ രണ്ടും അകത്ത് പോയി എന്താ സംസാരിച്ചതെന്ന് ഗബാൻ ഇപ്പൊ റെയിലിയോട് ചോദിക്കുന്നു. റെയിലി പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല എന്ന്. ഇപ്പൊ അകത്ത് എന്താണ് അവർ രണ്ടുപേരും സംസാരിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. റെയിലി ആണെങ്കിൽ റോജറിനോട് പറയുന്നുണ്ട്, റോജർ, എനിക്ക് ഈ കാര്യം ആരോട് ഷെയർ ചെയ്യണമെന്നില്ലായിരുന്നു, പക്ഷെ എന്തോ നിന്നോട് പറയണമെന്ന് തോന്നി. ഷാക്കി സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് നമ്മളും കുജാ പൈറേറ്റ്സുമായിട്ട് നടന്ന ആ ലാസ്റ്റ് ഫൈറ്റിലാണോ നീ ഈ പറഞ്ഞ സംഭവം നടന്നതെന്ന് റോജർ റെയിലിയോട് ചോദിക്കുന്നു. എന്നിട്ട് റോജർ പറയുന്നുണ്ട്, ഷാക്കുയാക്കുവിന് എന്തോ ഒരു അസുഖം ഉള്ളതുപോലെ എനിക്കൊന്ന് തോന്നിയിരുന്നു. പിന്നീട് ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ഹെൽത്തിനെ ഓർത്ത് ഞാൻ ആകെ വിഷമിച്ചു. അന്നത്തെ ആ ഫൈറ്റിനിടയ്ക്ക് നിനക്ക് ഇങ്ങനെ ഒരു സാധനം അവൾ തന്നു എന്നാണോ നീ പറയുന്നേ? അതെ, ഈ കാര്യം എനിക്കെന്തോ ആ സമയത്ത് പറയാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആ കപ്പൽ വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് ഷാക്കി റെയിലിക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ മാറ്റർ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വന്ന് എന്നെ സ്വന്തമാക്കണം എന്ന് ഷാക്കുയാക്കും. റോജർ ആണെങ്കിൽ ഇപ്പൊ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ കലിപ്പായിട്ട് റെയിലിയോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്തായാലും ഇതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന്. റെയിലി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി പോകും, പക്ഷെ എന്തായാലും എനിക്കിപ്പോ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ലോക്ക് ആവാനുള്ള മൈൻഡ് എന്തായാലും ഇല്ല എന്ന്. പക്ഷെ എനിക്കുണ്ട് എന്ന് ഇപ്പൊ റോജർ പറയുന്നുണ്ട്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ആലോചിച്ച് അവിടെ മൂടിക്കെട്ടി നിന്നിരുന്ന റോജർ ഇപ്പൊ ആകെ ചാർജ് ആവുന്നുണ്ട്. പുള്ളി പറയുകയാണ്, ഗൈസ്, ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഷാക്കി ഉള്ളിടത്തേക്ക് പോകുന്നു. ഇവരുടെ ക്രൂവിലെ ഗൺറിയു ഇപ്പൊ പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, നിങ്ങൾ വീണ്ടും പഴയ മൂഡിലേക്ക് തിരിച്ചു വന്നല്ലോ റോജർ. റെയിലി ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റോജർ ഇപ്പൊ പറയുന്നുണ്ട്, കൊള്ളയടിക്കുമ്പോഴാണ് ഒരു പൈറേറ്റ് യഥാർത്ഥ പൈറേറ്റ് ആവുന്നത്. നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കണം. എന്താ അങ്ങനെയല്ലേ ഗൈസ്? ഇവരുടെ ക്രൂവിലെ CB ഗാലന്റ് ഇപ്പൊ ഇത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഷാക്കിയെ പറ്റിയല്ലേ ഈ പറയുന്നത്? അതെ, അവളെ പറ്റി തന്നെയാ പറയുന്നത്. വേറെ എത്ര സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അവൾ എന്തിനാ ഈ റോക്സ് ഉള്ള ഐലൻഡിലേക്ക് തന്നെ പോയതെന്ന് ഇപ്പൊ റോജർ ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണുള്ളത്, ഇപ്പൊ തന്നെ ഹാച്ചിനോസുവിലേക്ക് പോയി അവളെ തട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് റോജർ പൈറേറ്റ്സ് ആകെ ബഹളം. റോജർ ആണെങ്കിൽ ഇപ്പൊ കുക്കായിട്ടുള്ള മാർക്സിനോട് വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു, ഫുഡ് എടുത്തു വെക്കോ, ഫുഡ് എല്ലാം റെഡി, ആവശ്യം പോലെ എടുത്ത് കഴിച്ചോ എന്ന് മാർക്സും പറയുന്നുണ്ട്. റോജർ ഹാപ്പി. ഇനി നമ്മളെ കാണിക്കുന്നത് പ്രസന്റ് ചെയ്യുന്ന 40 വർഷം പിന്നിലേക്ക്. മരി ജോയ്സ്. 5 എൽഡേഴ്സ് ഇപ്പൊ ഗാർലിങ്ങിനോട് സംസാരിക്കുന്നുണ്ട്. അവര് പറയാണ്, നിനക്ക് ഒട്ടും ക്ഷമയില്ല ഗാർലിംഗ്, ലാസ്റ്റ് ടൂർണമെന്റ് ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ഫിഗർലാൻഡ് ഗാർലിങ്ങിനെ കാണിക്കുന്നുണ്ട്. പുള്ളി ആ ഗോഡ് വാലി ഇൻസിഡന്റ് നടന്ന ടൈമിലെ ആ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. ഗാർലിംഗ് ഇപ്പൊ പറയുന്നുണ്ട്, അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ലാസ്റ്റ് ടൂർണമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായതേ ഉള്ളൂ. ഇതിപ്പോ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ വേറൊരു കാര്യവുമായിട്ട് തിരക്കായിരുന്നപ്പോഴാണ് ഈ ഐലൻഡിലേക്ക് ഞാൻ യാദർച്ഛികമായിട്ട് എത്തിപ്പെട്ടത്. അത് വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള രാജ്യമല്ല, അവരുടെ ഒരു പ്രത്യേക കൾച്ചറിലാണ് അവർ ജീവിക്കുന്നത്. വേൾഡ് ഗവൺമെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നോക്കിയതാ, പക്ഷെ അവർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവിടെ ആണെങ്കിൽ ഇഷ്ടം കണക്കിന് റിസോഴ്സസ് ഉണ്ട്. ആ ഐലൻഡ് നമ്മുടെ അണ്ടറിൽ വന്നാൽ അത് നമുക്ക് ഗുണമേ ചെയ്യൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഐലൻഡിൽ ഞാൻ അസാധാരണമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തി. അത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കണ്ടെത്തലായിരുന്നു. ഗ്രേറ്റ് ഇമുവിന് ആ ഇൻഫർമേഷൻ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം
കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് നടത്താനിരിക്കുന്ന ആ ടൂർണമെന്റ് അത് ഗോഡ് വാലിയിൽ വെച്ച് തന്നെ ആയിരിക്കണം നടത്തേണ്ടത്. ഇനി നമ്മളെ ഹാച്ചിനോസുവിലുള്ള ഷാക്കിയുടെ ബാറാണ് കാണിക്കുന്നത്. ഷാക്കിയുടെ ബാറിന്റെ മുന്നിൽ ഒരു നീണ്ട ക്യൂ തന്നെയുണ്ട്. പൈറേറ്റ്സ് ഒക്കെ അവിടെ കിടന്നിട്ട് ആകെ ബഹളമാണ്. മദ്യത്തിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ്. കൊടുക്കാൻ പൈസ ഇല്ലാത്തവരെ ആണെങ്കിൽ ഇവിടെ നിർത്തി ഫ്രീ ആയിട്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും. ഷാക്കി കുക്ക് ചെയ്യുന്ന സ്റ്റൂവും പിന്നെ ഇവിടുത്തെ വിസ്കിയൊക്കെ ടോപ്പ് നോച്ചാണെന്ന് അറിഞ്ഞിട്ട് നോർത്ത് ബ്ലൂയിൽ നിന്ന് വരെ പൈറേറ്റ്സ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഷാക്കി ഇപ്പോൾ അവർക്ക് കള്ളൊഴിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പുകഴ്ത്തി ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നിന്റെ ഒന്നും ഇഷ്ടത്തിനനുസരിച്ച് കുക്ക് ചെയ്ത് തരാൻ എനിക്ക് മനസ്സില്ല. ഇത്രയും ഹാർഷായിട്ടുള്ള ഒരു റെസ്പോൺസ് കേട്ടിട്ട് ആദ്യം ഈ പൈറേറ്റ്സ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർ ഒലിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ അതിനെന്താ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ ഒരു റെസ്പോൺസ് തന്നെയാണ് ഞങ്ങൾ ഷാക്കിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ബാറിലെ ഷെഫ് വന്നിട്ട് ഷാക്കിയോട് പറയുന്നുണ്ട്, ഷാക്കി സാൻ, ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ബോയിൽഡ് ബീൻസ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റോക്കിലുള്ള വിസ്കി തീർന്നു കേട്ടോ എന്ന്. ഷാക്കി ഇപ്പോൾ പറയുന്നുണ്ട്, വിസ്കി തീർന്നെങ്കിൽ ഇവന്മാർക്ക് വല്ല മാട്ട റമ്മും ഒഴിച്ചു കൊടുക്കടേന്ന്. അപ്പൊ ഇത്രയ്ക്ക് മോശമായിട്ടുള്ള സർവീസാണ് ഷാക്കിയുടെ ബാറിൽ. അവൾ ആ മാട്ട റമ്മ് കൊണ്ട് കൊടുത്തിട്ട് കിടിലം വിസ്കിയാ കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ ആട്ടുംകാട്ടം കൊണ്ടുവച്ചാലും ഉണക്കമുന്തിരിയാണെന്നും പറഞ്ഞെടുത്ത് കഴിക്കും എന്നുള്ള ലൈനിൽ നിൽക്കുകയാണ്. ഷാക്കി ഇപ്പോൾ അവിടെ ഇരിക്കുന്ന റോക്സിനോട് ചോദിക്കുന്നുണ്ട്, എന്താ റോക്സ്, ഈയിടെയായിട്ട് നിങ്ങളുടെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ എന്റെ പുറകെ നടക്കുന്നേ ഇല്ല. എനിക്കതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് കേട്ടിട്ട് ഇവളെല്ലാം മനസ്സിലാക്കിയല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ റോക്സ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ബിഗ് മോം ഇങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ റോക്സിനോട് പറയുകയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സ്ത്രീകളുടെ ആ സ്കില്ല് കണ്ടോ, കണ്ടിട്ട് പേടി തോന്നുന്നു അല്ലേ എന്ന്. റോക്സ് ഇപ്പൊ ബിഗ് മോമിനോട് പറയുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കുക, ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമോ, ഇങ്ങനെ ഇത് എന്തിനെ പറ്റിയാ പറയുന്നത്, എന്താ സംഭവിച്ചതെന്ന് വൈറ്റ് ബിയർഡ് ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്. സ്റ്റൂസി ഇപ്പോൾ വൈറ്റ് ബിയർഡിനോട് ഇങ്ങനെ രഹസ്യമായിട്ട് പറയുന്നുണ്ട്, ഓ നിങ്ങളൊരു പൊട്ടൻ തന്നെ, അയാളുടെ മുഖത്തെ സന്തോഷം കണ്ടാ അറിയില്ലേ, അങ്ങേരൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായി എന്ന് മാത്രമല്ല അവളിൽ അങ്ങേർക്കൊരു കുഞ്ഞും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉടനെ റോജർ പൈറേറ്റ്സ് ആ ബാറിലേക്ക് തള്ളി കയറി വരുന്നുണ്ട്. റോജർ പറയുന്നുണ്ട്, ഷാക്കി ഞാൻ എത്തി. ഗബാൻ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് ഷാക്കി ചാൻ ഹലോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. റോജർ പൈറേറ്റ്സിനെ കണ്ടിട്ട് ഇവിടെയുള്ള ബാക്കി പൈറേറ്റ്സ് ഇങ്ങനെ ആകെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇപ്പൊ റോജറിനെ കണ്ടിട്ട്, ഓ റോജർ നിങ്ങളോ എന്ന് ഷാക്കി ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നു. റോജർ വന്നത് റോക്സിന് ഭയങ്കര കലിപ്പായിട്ടുണ്ട്. അവര് ഫേസ് ടു ഫേസ് നിന്നിട്ട് നല്ല വെല്ലുവിളിയാണ്. റോജർ, ഇത് എന്റെ ഐലൻഡ് ആണെന്നുള്ള കാര്യം നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് റോക്സ് പറയുന്നു. നമ്മളിപ്പോ ഉള്ളത് ഷാക്കിയുടെ ബാറിലല്ലേ, ഇതിനകത്ത് വെച്ച് കസ്റ്റമേഴ്സ് വഴക്കുണ്ടാക്കരുതെന്നുള്ളതാണ് ഷാക്കിയുടെ നിയമം. അതുകൊണ്ട് അധികം കുരയ്ക്കാതെ ഇറങ്ങിപ്പോടാ മുള്ളമ്പന്നി എന്ന് റോജർ റോക്സിനോട് പറയുന്നു. റോക്സ് ആണെങ്കിൽ ഇപ്പൊ റോജറിനോട് ചോദിക്കുന്നുണ്ട്, പുറത്താണെങ്കിൽ ഒരു അനാക്കൊണ്ടയുടെ നീളത്തിലുള്ള ലൈൻ ഉണ്ടായിരുന്നല്ലോടാ, നീ ആ ലൈനിൽ പ്രോപ്പറായിട്ട് നിന്നിട്ടാണോ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, സത്യം പറയടാ. റോജർ ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ലൈനോ, ഏത് ലൈൻ, ഞങ്ങൾ പുറത്ത് ലൈനൊന്നും കണ്ടില്ലല്ലോ, വരൂ ഗൈസ് നമുക്ക് വെള്ളം അടിക്കാമെന്ന്. ഇപ്പൊ ആ പുറത്ത് ലൈനിൽ നിന്നവന്മാരെ എല്ലാം അടിച്ചുറക്കിയിട്ടാണ് റോജർ അകത്തേക്ക് കയറി വന്നത്. ഓ ഈ ബഹളത്തിനിടയിൽ ഇരുന്ന് കുടിക്കാനൊന്നും എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വൈറ്റ് ബിയർഡ് ബാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ന്യൂഗേറ്റ് ബില്ല് കൊടുത്തിട്ട് പോകുന്ന ഇപ്പൊ അകത്തുനിന്നാരെ വിളിച്ചു പറയുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട് അത് റോക്സിന്റെ പറ്റിൽ എഴുതിക്കോളാൻ. ഷാക്കി ആണെങ്കിൽ ഇപ്പൊ ആദ്യം തന്നെ വന്ന് റോജറിനോട് ചോദിക്കുന്നത് റെയിലി എവിടെയാണെന്നാണ്. റോജർ ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതാ, പക്ഷേ അവനെന്തോ സുഖമില്ലാന്ന് തോന്നുന്നു, ഷിപ്പിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക. ഷാക്കിയെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് റെയിലിയെ അങ്ങ് ഒഴിവാക്കി ഗൈസ്. ഇപ്പോ ഷാക്കി ഇല്ലെങ്കിൽ എന്താ, ഗ്ലോറിയോസ വന്നിട്ട് റോജറിന്റെ ദേഹത്തേക്ക് ചാടി വീഴുന്നുണ്ട്. അവളാണെങ്കിൽ പറയുന്നുണ്ട്, റോജർ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു, എന്നെ ഇന്ന് നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോകുമെന്ന് പറ. റോജർ ആണെങ്കിൽ ഇപ്പൊ ആകെ കലിപ്പിൽ പറയുന്നുണ്ട്, ഓ ഗ്ലോറിയോസ ഞാൻ നിന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അത് പറ്റില്ല എന്ന്. നിന്നെ പോലെ ഒരു പ്രേമരോഗം പിടിച്ച പെണ്ണിനെ ഞാൻ എന്റെ ഷിപ്പിൽ കയറ്റാനേ പോകുന്നില്ല. പക്ഷെ ഷാക്കിക്ക് കയറാൻ കേട്ടോ എന്ന് റോജർ പറയുന്നുണ്ട്. ഇപ്പൊ ഇതെന്ത് പണ്ടാരം ലോജിക്കാടോ എന്ന് ഗ്ലോറിയോസ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഷാക്കി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഷിപ്പിലേക്ക് ക്ഷണിച്ചതിന് നന്ദി, പക്ഷെ ഞാൻ വരുന്നില്ല എന്ന്. അവളിപ്പോ റെയിലി ഇങ്ങോട്ടേക്ക് വരാത്തതിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ കാര്യം റോജർ ശ്രദ്ധിക്കുന്നുണ്ട്. റോജർ ആണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ന്യൂഗേറ്റ് ഇവിടെ ഉണ്ടോ, എനിക്ക് അവന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന്. അങ്ങേര് കുറച്ചു മുമ്പ് ആ ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ബിഗ് മോം പറയുന്നു. റോജർ ആണെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ആ നാറി റെയിലി അവൻ എന്താ ഇങ്ങോട്ടേക്ക് വരാഞ്ഞേ, അവൻ കാരണമല്ല ഇപ്പൊ ഷാക്കി ഇങ്ങനെ വിഷമിക്കുന്നതെന്ന്. ഓ അപ്പൊ റോജർ റെയിലിയെ നൈസായിട്ട് ഒഴിവാക്കിയതല്ല ഗൈസ്, റെയിലി തന്നെ അങ്ങ് ഒഴിഞ്ഞു നിന്നതാണ്. റോജർ പൈറേറ്റ്സ് എല്ലാം ഇപ്പൊ ബിങ്സ് സാക്കെ പാട്ട് പാടുന്നത് നമുക്ക് കേൾക്കാം. ഷാക്കി ഇപ്പൊ കുഴഞ്ഞു വീഴുകയാണ്. അയ്യോ ഷാക്കി മയങ്ങി വീണു, ഷാക്കിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പൈറേറ്റ്സ് ഇപ്പൊ പെട്ടെന്ന് തന്നെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഇപ്പൊ മര്യാദയ്ക്ക് എല്ലാ എണ്ണോ അവളുടെ അടുത്ത് നിന്ന് മാറി ഇന്നോന്നും പറഞ്ഞിട്ട് ഗ്ലോറിയോസ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നറേറ്റർ ഇപ്പൊ പറയുന്നുണ്ട്, ഹാച്ചിനോസുവിൽ ഈ ബാർ സന്ദർശിക്കാനായിട്ട് വരുന്നവരാരും പരസ്പരം ഫൈറ്റ് ചെയ്യരുതെന്നൊരു റൂള് ഷാക്കി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള പൈറേറ്റ്സ് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ പോലും അവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ അവർ കടലിൽ വെച്ച് തമ്മിൽ കാണുമ്പോൾ സ്ഥിതി അങ്ങനെ ആയിരിക്കില്ല, നല്ല ഫൈറ്റ് നടക്കും.
ഇനി നമ്മളെ കാണിക്കുന്നത് എൽബാഫിലെ അണ്ടർവേൾഡ് ആണ്. അവിടെ ഒരു കട്ട ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. പവർഫുൾ ആയിട്ടുള്ള ഹാക്കി തമ്മിലുള്ള ക്ലാഷ് ആണ് കാണുന്നത്. ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് നിന്ന് ആ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോക്കി വരെ ആ ഫൈറ്റിന്റെ ഇന്റൻസിറ്റി കാരണം ആ മരവും പിഴുതുകൊണ്ട് പുറകിലേക്ക് വീഴുന്നുണ്ട്. അണ്ടർവേൾഡിലെ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ചെതറി ഓടുന്നു. ഹാജുറുദ്ദീനും ഓൾസോ ലോക്കിയെ പോലെ തന്നെ എവിടെയോ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിന്നിട്ട് ഫൈറ്റ് കാണുകയാണ്. നമ്മളിപ്പോ നോക്കുമ്പോൾ റോക്സും ഹെറാൾഡും തമ്മിലാണ് ഈ ക്ലാഷ് നടക്കുന്നത്. അന്ന് മെരി ജോയ്സിൽ വെച്ച് അവർ തമ്മിൽ ഉണ്ടായതുപോലെ തന്നെ. ഒരുപക്ഷെ അതിനെക്കാട്ടിലും പവറിൽ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് തെറിച്ചു പോകുന്നുണ്ട്. എന്നാലും വേൾഡ് ഗവൺമെന്റിന്റെ വലയിൽ നീ ഒരിക്കലും വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഹെറാൾഡ് എന്ന് റോക്സ് പറയുന്നുണ്ട്. ഒരു ഫ്രണ്ടിനെ കൊന്നിട്ട് എന്റെ ആഗ്രഹം നടത്തിയെടുക്കുക എന്നുള്ള അവര് മുന്നോട്ട് വെച്ച ഡീലില് ആദ്യം ഞാൻ മടി കാണിച്ചിരുന്നു എന്ന് ഹെറാൾഡ് പറയുന്നുണ്ട്. റോക്സ് പറയുന്നുണ്ട്, എന്നിട്ടെന്താ കാര്യം, അവസാനം നീ അവന്മാരുടെ ഡിമാൻഡിന് വഴങ്ങി കൊടുത്തില്ലേ? എടാ പൊട്ട, അവന്മാര് നിന്നെ മുതലെടുക്കുകയാണെന്ന് നിനക്കിനി എന്നാടാ മനസ്സിലാവുന്നത്? അവന്മാര് നിന്നെ എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ ജയൻസിനെ വെറും മിലിറ്ററി പവറായിട്ടേ അവർ കണക്കാക്കിയിട്ടുള്ളൂ. നിന്നെയെല്ലാം അവരുടെ അടിമ പട്ടാളക്കാരാക്കാനാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ റോക്സ് പറയുന്നു. എൽബാഫ് വാരിയേഴ്സിന്റെ അഭിമാനമെന്ന് നീ നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ, അതിപ്പോ എവിടെ പോയി? നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ലേ? ഇങ്ങനെ എല്ലാം അറിയാവുന്നുള്ള രീതിയിലുള്ള നിന്റെ സംസാരം ആദ്യം നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഹെറാൾഡ് റോക്സിനെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. റോക്സ് ഇപ്പൊ തെറിച്ചു പോയി അവിടെ വീണിരിക്കുന്നത് നമുക്ക് കാണാം. ഹെറാൾഡ് ഇപ്പൊ പറയുന്നുണ്ട്, നീ ഇപ്പൊ പറഞ്ഞ ആ വാരിയേഴ്സ് എന്നുള്ള പേരിൽ ഞങ്ങൾ പണ്ട് കാട്ടിക്കൂട്ടിയ വയലൻസിന്റെ ചരിത്രമാണ് എൽബാഫിനെ ഇപ്പോഴും സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ വിടാതെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പോ ഹെറാൾഡ് മുമ്പ് സഞ്ചരിച്ച ചില രാജ്യങ്ങളിലെ ആൾക്കാർ ഹെറാൾഡിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പുള്ളി വിഷമത്തോടു കൂടി ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഹെറാൾഡ് ഒരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ എന്നിരുന്നാലും ഈ രാജ്യങ്ങളെയൊക്കെ പണ്ട് ജയൻസ് കുറെ അറ്റാക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ അവരുടെ ഉള്ളിലുള്ള ഒരു ഭയം അത്ര പെട്ടെന്ന് അവർക്ക് പറിച്ചു മാറ്റാനായിട്ട് കഴിയില്ല. സോ ഹെറാൾഡ് ഇപ്പോൾ റോക്സിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്തുമാത്രം നീചന്മാരും വിഡ്ഢികളുമാണെന്ന് പറഞ്ഞാലും അവർക്ക് എൽബാഫിനെ ഈ വലിയ പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഉണ്ട്. സോ എൽബാഫിന് അങ്ങനെ ഈ ലോകവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ ഒരു ഹെൽപ്പ് കൂടിയേ തീരൂ. ഇപ്പൊ ഇതെല്ലാം കേട്ട് ആകെ ചൊറിഞ്ഞു കയറിയ റോക്സ് ആണെങ്കിൽ നാവടക്കട നട്ടല്ലില്ലാത്ത ചെറ്റ എന്ന് പറഞ്ഞിട്ട് ഹെറാൾഡിന് നല്ലൊരു കീറ് കൊടുക്കുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ളതെല്ലാം തീർന്നു, ഇനി നിന്നെ എന്റെ ക്രൂവിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. ഞാനൊരു രാജാവാടാ, നിന്നെ പോലെ ഒരു ക്രിമിനൽ നയിക്കുന്ന തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ ജോയിൻ ചെയ്ത് എന്റെ പ്രജകളുടെ ജീവിതം അപകടത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും അവർ ആ ഫൈറ്റ് ശക്തമായിട്ട് തുടരുകയാണ്. നറേറ്റർ ഇപ്പൊ പറയുന്നുണ്ട് ഇവരുടെ ഈ ഫൈറ്റിന് ഒരു കൺക്ലൂഷൻ ഉണ്ടായില്ല, അതായത് രണ്ടുപേരും ജയിച്ചില്ല. അതേപോലെ ഇവരുടെ ഈ വ്യത്യസ്തമായ സുഹൃത്ത് ബന്ധവും അവസാനിച്ചു. ഇനി ആ ഒരു സംഭവം നടക്കുന്നത് വരെ ഇവർ തമ്മിൽ കാണില്ല. ഈ ഇൻസിഡന്റ് എന്ന് ഇവിടെ പറയുന്നത് ഉറപ്പായിട്ടും ഗോഡ് വാലി ഇൻസിഡന്റ് ആയിരിക്കും. ലോക്കി ആണെങ്കിൽ ഇപ്പൊ ഐഡയുടെ ബാറിനടുത്തുള്ള കടൽ തീരത്തിരുന്നുകൊണ്ട് ഇങ്ങനെ പത്രത്തിൽ വന്ന റോക്സിന്റെ വാർത്ത വായിക്കുകയാണ്. ഇപ്പൊ റോക്സിനെയും വെയിറ്റ് ചെയ്ത് ഈ കടൽ തീരത്തിരിക്കുന്ന ലോക്കിയുടെ ഐഡ വന്നിട്ട് പറയുന്നുണ്ട് റോക്സ് ഇങ്ങോട്ടേക്ക് ഇനി വരാൻ പോകുന്നില്ല ലോക്കി കുഞ്ഞ്. ലോക്കി ആണെങ്കിൽ ഇപ്പൊ എപ്പോഴത്തെയും പോലെ മിണ്ടാണ്ടിരിക്കും തള്ള എന്ന് പറയുന്നുണ്ട്. ഐഡ ആണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നു നിനക്ക് കുടിക്കാൻ ജ്യൂസ് വല്ലതും എടുക്കട്ടെ എന്ന്. പുറമെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ലോക്കി പറയുന്നുണ്ട് ആ എടുത്തോളാൻ. ഇനി നമ്മളെ കാണിക്കുന്നത് പ്രസന്റ് ചെയ്യുന്ന 39 വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ബ്ലൂയിലുള്ള ഗോഡ് വാലി. ഇപ്പോൾ 2 കൊച്ചു കുട്ടികൾ കരയുന്ന സൗണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ദേ നോക്കിക്കേ ഇരട്ട കുട്ടികളെന്ന്. നോക്കിയ ഒരു സ്ട്രോളറിൽ ഒരു പെൺകുട്ടി കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് വരികയാണ്. അവിടെ കൂടിയ നാട്ടുകാരപ്പോ ഈ പെണ്ണിനോട് പറയുന്നുണ്ട് ഓ ഈ കുട്ടികളെ കാണാൻ എന്ത് ക്യൂട്ടാ, അവർക്ക് നിന്റെ അതേ ചുവന്ന മുടിയാ കിട്ടിയിരിക്കുന്നതെന്ന്. ഇപ്പോ അതേ ആ പെൺകുട്ടിയും പറയുന്നുണ്ട്, പക്ഷെ അവളുടെ മുഖം നമ്മളെ കാണിക്കുന്നില്ല. ഈ കുട്ടികൾ നിന്നെ പോലെ നല്ല അറിവുള്ളവരും ആയിരിക്കട്ടെ എന്ന് അവർ പറയുന്നുണ്ട്. കുട്ടികളുടെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഇവരെ നോക്കാനായിട്ടൊക്കെ നിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു പുള്ളി പറയുന്നുണ്ട്. ഇവളിപ്പോ അതിന് താങ്ക്സ് പറയുന്നുണ്ട്. ഇപ്പൊ വേറൊരാൾ ചോദിക്കുന്നുണ്ട് ഇവരുടെ പേരെന്താണെന്ന്. ഷാങ്സും ഷാംറോക്കും എന്ന് അവള് പറയുന്നുണ്ട്. ഇപ്പൊ അവരെ രണ്ടുപേരെയും കാണിച്ചിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. ഇപ്പൊ ഈ ബേബി ഷാംറോക്കിനെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ആ ബോണിയുടെ ലുക്കുമായിട്ട് നല്ല സാമ്യമുണ്ട്. സോ ഗിന്നി ആൻഡ് ഷാംറോക്കിന്റെ മകളാണ് ബോണി എന്നുള്ള ആ ഒരു തിയറി വീണ്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ചാപ്റ്ററിലെങ്കിലും ഗോഡ് വാലി കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ മേജർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അതേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.